ഹലോ പീപ്പിൾ, ദിപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ഒക്ടോബർ 24 ജോജു ജോർജ് നായകനായി ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു പണി എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ മിക്സഡ് റെസ്പോൺസ് കിട്ടിയിട്ട് പോലും സിനിമയുടെ കളക്ഷനെ അത് ബാധിച്ചിട്ടില്ല. വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 33,50,00,000 രൂപ കളക്ട് ചെയ്ത് സിനിമ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിലാണ് കിടക്കുന്നത്. ആദ്യത്തെ സംവിധാനം എന്ന് ഓർക്കണം. ഇപ്പം നല്ല ഒരു പണി അറിയാമെന്നുള്ള ആൾ തന്നെയാണ് ഈ സിനിമ പണിയെടുത്തിട്ടുള്ളത്. സിനിമ ഞാൻ തിയേറ്ററിൽ ചെന്ന് കണ്ടിട്ടില്ലായിരുന്നു. എനിക്ക് അന്ന് എക്സാം ആയിരുന്നു. ഈ സിനിമ OTT എത്തിയപ്പോഴും ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു ശരാശരിയായിട്ടാണ് എനിക്ക് സിനിമ തോന്നിയത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കഥ തന്നെയാണ്. കഥയെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട് കിടക്കുന്ന ഒരു കഥ തന്നെയാണ്. അതിനകത്ത് കൂടെ ഫ്രഷ്നെസ്, ഒരു പുതുമ കൊണ്ടുവന്നിട്ട് സിനിമ ഗംഭീരമായിട്ട് കയറി പോരുന്നു. എന്നും പറഞ്ഞ് മോശമല്ല എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ ഏറ്റവും രണ്ട് പെർഫോമൻസ്, വലിയ പെർഫോമൻസ് പറയുന്നത് ഒന്ന് ജോജു ചേട്ടൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും സാഗും ആക്ഷനും പിന്നെ ആ കാർ സ്റ്റണ്ടിങ് ഗംഭീരമായി അദ്ദേഹം വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിലെ വില്ലന്മാരെന്ന് പറയുമ്പം ഈ കഥയെ തോളിച്ചുകൊണ്ടുകൊണ്ടാണ് അവരെ തന്നെയാണ്. കാരണം വെച്ചാൽ ആമരെ അടിച്ച് കൊല്ലാനുള്ള ദേഷ്യമാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നല്ല വർക്കൗട്ടുണ്ട്. ആ വില്ലന്മാർ ഗംഭീരം എന്ന് വെച്ചാൽ ഒരു മാസീവ് ഇൻട്രോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ആ വില്ലന്മാരെ പെർഫോമൻസ് കിട്ടില്ലായിട്ട് വന്നിട്ടുണ്ട്. അതിനാണ് ജോജു ജോർജ് എന്ന് പറഞ്ഞ സംവിധായകൻ കയറിപ്പോയി ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് വ്യത്യസ്തമാവുന്നത്. എനിക്ക് കണ്ടപ്പം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, എനിക്ക് തോന്നിയ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പം സിനിമ എനിക്ക് ഓവറോൾ എടുത്തു പോയി കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ, ഈ സിനിമ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സോണി ലിവ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്ന് കണ്ടുനോക്കുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടില്ലേ എന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പണി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.